റേമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ വേളകൾ ചിലപ്പോൾ ഏറ്റവും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കുന്ന സമയമാണ്. എത്രയോ പേര് ദരിദ്രരായി കഴിയുന്നു, എത്രയോ പാവങ്ങളുണ്ട്. അവർക്ക് ആ കാശെടുത്ത് കൊടുത്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ പള്ളി പണിയുന്നത്? കർത്താവ് ഒരു ഉടുതുണി പോലും ഇല്ലാതെ കുരിശിൽ കടന്ന് മരിച്ചവനാണെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ മറ്റുള്ളവരുടെ പ്രീതി വാങ്ങാനായിട്ട് നെട്ടോട്ടമോടുന്ന ഒരു ഇത് കാണുകയാണ്. നമ്മൾ ദൈവപ്രമാണങ്ങൾ പാലിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വിനിയോഗിക്കുമ്പോൾ, സൃഷ്ടാവിന് പ്രാധാന്യം കൊടുത്ത് സൃഷ്ടവസ്തുക്കളെ ഒന്ന് അകറ്റി നിർത്തി കഴിയുമ്പോൾ ആദ്യ നാളുകളിൽ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പോലും പിന്നെ ശത്രുക്കളും ഒക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം. ദൈവവചനത്തെ പറ്റി വായിക്കുവാനും വായിച്ച ഭാഗങ്ങൾ ധ്യാനിക്കുവാനും ധ്യാനിച്ചവ പങ്കുവയ്ക്കുവാനും വേദിയാവുന്ന റേമയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് ഞാൻ ജിസ്മോൻ മാടശ്ശേരി, വിൻസെൻഷൻ മുന്നൂർപ്പള്ളി ആശ്രമത്തിൽ വൊക്കേഷൻ പ്രൊമോട്ടറായി സേവനം ചെയ്യുന്നു. ഫാദർ ജോസഫ് ഓണാട്ട് പത്തനംതിട്ടയിൽ വിൻസെൻഷൻ ഓൾഡ് ഏജ് ഹോമിൽ സുപ്പീരിയറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫാദർ ജസ്റ്റിൻ കപ്പൽമാക്കൽ വിൻസെൻഷൻ സഭയുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ കോട്ടയത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. റെവറൻഡ് ഫാദർ ജോസ് തയ്യിൽ കാസർഗോഡ് ജില്ലയിൽ മൈനർ സെമിനാരിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. മഹാത്മാഗാന്ധി ഒരിക്കല് ഒരു ഭവനം സന്ദർശിക്കുകയാണ്. ആ ഭവനത്തിൽ ചെല്ലുമ്പം മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി ആ വാതിലിൽ മുട്ടുന്നില്ല, അവരുടെ പ്രാർത്ഥന കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പം അവരുടെ പ്രാർത്ഥന കഴിഞ്ഞു. അവർ പുറത്തു വന്ന് നോക്കുമ്പം മഹാത്മാഗാന്ധിജി നിൽക്കുന്നു. അപ്പം അവർ ചോദിച്ചു, ഗാന്ധിജി എപ്പോഴാണ് വന്നത്? അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അപ്പം അവർ ചോദിച്ചു, എന്നാൽ വിളിച്ചുകൂടായിരുന്നു? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ദൈവവുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടപെടാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാനൊരു മനുഷ്യനല്ലേ? നിങ്ങൾ ദൈവവുമായി സംസാരിക്കുമ്പോൾ മനുഷ്യൻ എന്തവിടെ കാര്യം? മറ്റു പുറത്തു നിന്ന് വരുന്ന എനിക്കെന്ത് കാര്യം? നിങ്ങളുടെ സംസാരം അത് ഭംഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താതിരുന്നത്. ഇത് വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു കാണുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ വൈദികരുടെയിലും കാണും, സിസ്റ്റേഴ്സിൻ്റെയിലും കാണും, അൽമാരുടെയിലും കാണും. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം നമ്മൾ വളരെ ഭംഗിയായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ഇടയിലൊരു ഫോൺ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഫോൺ അറ്റൻഡ് ചെയ്യും, പുറത്ത് പോയെന്ന് ഫോൺ വിളിക്കും. കാര്യം നമ്മൾ വിചാരിക്കുന്നത് എന്താ? അത്യാവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ മറന്ന് മനുഷ്യന്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനം. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്: ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? വീണ്ടും പൗലോസ് ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാകുകയില്ലായിരുന്നു. നമുക്കറിയാം ഈ പൗലോസ് ശ്ലീഹയുടെ ആദ്യത്തെ ജീവിതം എങ്ങനെയായിരുന്നു. അധികാരികളെ പ്രീതിപ്പെടുത്താൻ നോക്കിയവനാ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാ. എന്തിനാണ്? അധികാരികളെ പ്രീതിപ്പെടുത്താൻ, മറ്റ് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ. പക്ഷെ ഇപ്പൊ പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താ? ഞാൻ ഇപ്പോഴും മനുഷ്യപ്രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ല. ഇപ്പോൾ പൗലോസ് ശ്ലീഹ എന്താണ് തേടുന്നത്? ദൈവത്തിൻ്റെ പ്രീതിയാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അത് ആരെ പ്രീതിപ്പെടുത്താനുള്ളതാ? തീർച്ചയായിട്ടും അച്ഛൻ നേരത്തെ പങ്കുവെച്ചത് ഹൃദയത്തിൽ ഒരുപാട് സ്പർശിക്കുന്ന ഒരു കഥയാണ്. പ്രാർത്ഥനയുടെ വേളകൾ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യുകയാണ്. നമുക്കറിയാം, ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ വേളകൾ ചിലപ്പോൾ ഏറ്റവും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ചാരിറ്റബിൾ ടൈം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ വേളകളാണ്. നമുക്കറിയാം,
ദേവാലയങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ പുറത്ത് മാതാപിതാക്കൾ കൊച്ചുങ്ങളെ വാത്സല്യത്തോടു കൂടി നോക്കി, കുഞ്ഞു കുട്ടികൾ അവരെ നോക്കുന്നത്, അവരെ പരിപാലിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതുപോലെ തന്നെയാണോ വീടുകളിൽ 24 മണിക്കൂറുകളും നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത്? എനിക്കറിയത്തില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം എപ്രകാരമായിരിക്കാം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പരിഗണിക്കുന്ന സമയം ഈ പ്രാർത്ഥനയുടെ സമയമായിരിക്കും. ദൈവത്തെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന തിരുവചനത്തിൽ യേശു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മഗ്ദലന മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ വന്ന് ഒരു വെൺകൽഭരണി നിറയെ നാർദീൻ, ശുദ്ധമായ നാർദീൻ തൈലം ഒഴിക്കുന്നുണ്ട്, ശിരസ് മുതൽ ഒഴിക്കുന്നുണ്ട്. അതിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് യൂദാസ്കറിയാത്ത പറഞ്ഞു വെക്കുന്നത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇത് ദരിദ്രരെ പരിഗണിച്ചുകൊണ്ട് യൂദാസ്കറിയാത്ത ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഇതിന് ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതിപ്രകാരമാണ്: അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീണിരുന്നത് കൊണ്ടും അവൻ എടുത്തിരുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം തിരുവചനം ഇപ്രകാരം പറയുന്നു: അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. ഈ അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു തിരുവചന ഭാഗം, ദരിദ്രർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നിയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വേളകൾ നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണിത്. ഈ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഈ ഒരു കാലയളവിൽ ജീവിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദ മോസ്റ്റ് എക്സ്പെൻസീവായിട്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കരുതുന്നത് എന്താണ്? ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എന്താണ്? ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. പഴയ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിലപ്പോൾ ചോദിച്ചായിരുന്നെങ്കിൽ മനുഷ്യൻ പറയുന്ന ഒരു ഉത്തരം ചിലപ്പോൾ പണമായിരിക്കാം, സമ്പാദ്യമായിരിക്കാം, നല്ല ജോലിയായിരിക്കാം. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് മാറ്റി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും വിലപ്പെട്ട കാര്യം സമയമാണ്. കാരണം സമയം വില കൊടുത്ത് മേടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇന്ന് സമയത്തിനാണ് കമ്പനികൾ പോലും വില നൽകുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് പണിയാൻ വന്നിരിക്കുന്നവനാണെങ്കിൽ പോലും, ഒരു സഹോദരനോ സഹോദരിയോ, അവർക്ക് നമ്മൾ പണം കൊടുക്കുന്നത് എത്ര നേരം ജോലി ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ദിവസം ജോലി ചെയ്തു എന്നല്ല, എത്ര നേരം. രാവിലെ മോൾക്ക് ഉച്ചവരെ ജോലി ചെയ്താൽ ആ സമയത്തിനുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ സമയത്തിനുള്ള കൂലി, ആ സമയം നോക്കിയാണ് കൂലി പോലും കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു പ്രവണതയിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞിരിക്കും. നമുക്കറിയാം, കമ്പനികളിൽ പോലും ഒരു എക്സ്ട്രാ സമയം വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് അഡീഷണൽ സാലറി കൊടുക്കുന്ന ഒരു കാലം. അപ്പോൾ സമയമാണ് ഇന്ന് വിലപ്പെട്ട ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമയം നമുക്ക് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടോ? ദേവാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 1 മണിക്കൂറേ ചിലപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിൽ സമയം ദൈവത്തിനായി മാറ്റിവെക്കുന്നുള്ളൂ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൂടിപ്പോയി കഴിഞ്ഞാൽ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 25-30 മിനിറ്റിൽ അത് അവശേഷിക്കുന്നത്, അത് തീരുന്നതാണ്. അച്ഛൻ പറഞ്ഞത് ഈ മഗ്ദലന മറിയത്തിന്റെ കാര്യം പറഞ്ഞത്, അവിടെ മഗ്ദലന മറിയം, ഇപ്പം യൂദാസ്കറിയോത്ത പറഞ്ഞത് എന്താ? അത് പാവങ്ങൾക്ക് കൊടുക്കുക. പക്ഷെ മഗ്ദലന മറിയം എന്താണ്? ദൈവത്തിന്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ടാണ്, എത്ര വിലമതിച്ചതാണെങ്കിലും അത് ദൈവത്തിന് കൊടുക്കാൻ ഒരു മടിയില്ലായിരുന്നു. കാരണം ദൈവത്തെ മാത്രമേ നോക്കിയുള്ളൂ, മനുഷ്യരെ നോക്കിയില്ല. ഇത് പറയുമ്പം ഒരു ചെറിയ ചിന്ത മാത്രമല്ല, ഞങ്ങളെ പഠിപ്പിച്ചപ്പം, ഞങ്ങളുടെ വിശുദ്ധ കുർബാന പഠിപ്പിച്ചപ്പം അച്ഛൻ പങ്കുവെച്ചൊരു കാര്യം, അത് അച്ഛൻ്റെ ചിന്തയല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പള്ളികൾ ഒരുപാട് പൊങ്ങുന്നുണ്ട്. അതും വളരെ നല്ല പള്ളികൾ, മളിമാളികകളായി ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് ഒരുപാട് പേര് അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എത്രയോ പേര് ദരിദ്രരായി കഴിയുന്നു, എത്രയോ പാവങ്ങളുണ്ട്. അവർക്ക് ആ കാശെടുത്ത് കൊടുത്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ പള്ളി പണിയുന്നത്? കർത്താവ് ഒരു ഉടുതുണി പോലും ഇല്ലാതെ കുരിശിൽ കടന്ന് മരിച്ചവനാണെന്നൊക്കെ പറയുന്നു. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ഒരു ചിന്ത അങ്ങനെയാണ്. പക്ഷെ അച്ഛൻ പങ്കുവെച്ചൊരു കാര്യമാണ്, കർത്താവിന് കൊടുക്കുമ്പം അത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട കാര്യം വരുമ്പം ദരിദ്രനെ ആലോചിക്കും, അവന് കൊടുത്താൽ പോരെ. പക്ഷെ കർത്താവിന് കൊടുക്കുമ്പം ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് പറയുമ്പം നമ്മളൊരു ഇടവക നോക്കുക. ഒരു ഇടവകയിൽ ഇടവകക്കാരുണ്ട്. ഇടവകക്കാരുടെ സാമ്പത്തിക വരുമാനം എത്രയാണോ അതനുസരിച്ച് ഇടവക ദേവാലയം വേണം. ഇടവകയിലുള്ള എല്ലാവരും പാവപ്പെട്ടവരാണെങ്കിൽ ഇടവക ദേവാലയം അത് മതി. പക്ഷെ ഇടവകയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം പേരും കോടീശ്വരന്മാരാണ്. അവര് കോടികൾ മുടക്കി വീട് പണിയും.
പക്ഷെ ദേവാലയം വരുമ്പം ദാരിദ്ര്യം പറയും. എന്തിനാണ് അത്? വേണ്ട, നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കാം. അത് ശരിയല്ല. ഒരു ഇടവകയിൽ കോടികളുടെ പണം മുടക്കി വീട് പണിയാമെങ്കിൽ കോടികളുടെ പണം മുടക്കി ഒരു ദേവാലയവും പണിയണം. പക്ഷെ പലരും ചോദ്യം ചെയ്യുന്നു. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, വി ഷുഡ് ഗിവ് ദ ബെസ്റ്റ് ടു ഗോഡ്. ഇത് മനോഭാവത്തിന്റെ ഒരു മനോഭാവത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസച്ചൻ പറഞ്ഞത് കണക്ക് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാനാണ് ഒരു വികാരിയച്ഛനും ഒരു ഇടവക ജനവും ആഗ്രഹിച്ചിട്ട് അവർ വലിയൊരു ദേവാലയം പണിയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനോഭാവം നല്ല. പക്ഷെ ഇപ്പോഴത്തെ മനോഭാവത്തിൽ മറ്റൊരു തെറ്റ് വരുന്നുണ്ട്. മറ്റിടവകയെക്കായാലോ അല്ലാണ്ട് മറ്റ് മതസ്ഥരെക്കായാലോ ഉയർന്ന ഒരു ദേവാലയം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് വലിയ കോടികൾ ചെലവഴിച്ച് ആഡംബരങ്ങൾ ചെയ്ത് പല ഉത്സവങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ പള്ളിപണികളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് കടബാധ്യതയിലാകുന്ന, അതാണ് പറഞ്ഞത്, ഇടവകയുടെ നിലവാരം അനുസരിച്ചായിരിക്കണം ദേവാലയം. അതെ, ഇടവകയിലെ എല്ലാ വീടും റെഡ് ഓക്സൈഡ് ആണെങ്കിൽ എൻ്റെ ദേവാലയം റെഡ് ഓക്സൈഡ് ആയിക്കോട്ടെ. പക്ഷെ ഇടവകയിലെ എല്ലാ വീടും മാർബിളും ദേവാലയം റെഡ് ഓക്സൈഡുമായാൽ ശരിയായില്ല. ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു കാര്യം, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ ദേവാലയം നന്നായി പണിതു, കടബാധ്യതയൊന്നുമില്ല, ഇടവകയിലെ ആളുകളിൽ നിന്നും പറ്റാവുന്നത് പോലെ അവരുടെ ഇഷ്ടമനുസരിച്ച് കൊടുത്ത് നല്ലൊരു ദേവാലയം പണിയുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചു. അപ്പം അത് ശരിയാണോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, കുറ്റപ്പെടുത്താൻ ആളുകളും ഉണ്ടാകും. കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സംഭവിച്ചത്, അന്നും കുറ്റപ്പെടുത്തി. അതാണ് യൂദാസ് കറിയോത്ത. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുത്തപ്പം അതിൽ കുറവ് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് യൂദാസ് കറിയോത്ത. അപ്പൊ ഇന്നും കുറ്റപ്പെടുത്താൻ ആളുകളുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യം വളരെയധികം പ്രാധാന്യമാണ്. മത്സരത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ശരിയല്ല. പക്ഷേ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. സെമിനാറിലെ ഒരു അവധി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, ക്രൈസ്തവരല്ല, പക്ഷേ ആ വ്യക്തി ഇങ്ങനെ കടന്നു വന്നു, ദേവാലയ പണിയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത്രയും വലിയ ദേവാലയമൊക്കെ പണിതിട്ട് ആരുടെ പ്രീതി വാങ്ങാനാണ് നിങ്ങൾ ഇതൊക്കെ പണിയുന്നത്? കാരണം അതിൻ്റെ അകത്ത് കിടക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി മരക്കുരിശിൽ കിടക്കുന്നത് ഒരു ചെറിയ ഉടുത്തുണിയാണ്. അദ്ദേഹത്തിന് ചുറ്റും ഒരു വലിയ മാളിക പണിതത് ആരുടെ പ്രീതി നേടാനാണ് എന്ന് ഇവൻ ചോദിക്കുന്നു. ഒരു ചോദ്യം, മൈനർ സെമിനാരി പഠിക്കുകയാണ്. നമ്മൾ ആ ചോദ്യം കേട്ട് ഒന്ന് പകച്ചു നോക്കുകയാണ്. ദൈവമേ, ഇനി ആരുടെ പ്രീതി വാങ്ങാനാണ് ഇത്രയും വലിയ ദേവാലയം പണിത് നമ്മളും ചിന്തിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ മറ്റുള്ളവരുടെ പ്രീതി വാങ്ങാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ഒരു ഇത് കാണുകയാണ്. കുടുംബത്തിൽ തന്നെ ആയിക്കോട്ടെ, ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഭർത്താവ് ചില സാഹചര്യങ്ങളിൽ ഭാര്യയുടെ പ്രീതി നേടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇത് തേടുമ്പോൾ നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എത്രമാത്രം പ്രീതികരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പല സമൂഹത്തിലെയും പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അധികാരികളുടെ പ്രീതി വാങ്ങാനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രീതി നേടുവാനായിട്ട് നമ്മൾ മറന്നുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്ന് പല പാപങ്ങളും വരാനുള്ള ഒരു കാരണം മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. മനുഷ്യരെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് പല പാപങ്ങളും. യുവാക്കളുടെ ഇടയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോൾ മദ്യപാനം ഉണ്ടാവും. ഇപ്പം ഞാൻ മദ്യപിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരെന്നെ നോക്കിന്ന് കളിയാക്കും. അവൻ വലിയ മാർപ്പാപ്പ വന്നിരിക്കുന്നു, അവൻ മദ്യപിക്കില്ല. പക്ഷേ ചിലപ്പോൾ അവരോടൊപ്പം ചേർന്ന് പോകാൻ വേണ്ടി അവന് തോന്നുകയാണ് ഞാൻ മദ്യപിക്കുക, എന്നാലേ അവരോടൊപ്പം എനിക്ക് ചേർന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ മദ്യപിക്കും. ഒരു സോഷ്യൽ പ്രഷറോ അല്ലെ പിയർ പ്രഷർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ട്. ചിലപ്പം ഈ ദുശീലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ആഡംബരങ്ങളിലും നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു കല്യാണം നടത്തുന്നു, കടം വാങ്ങിച്ച്, പലിശയ്ക്ക് പണം വാങ്ങിച്ച് ഒക്കെ ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. അതിനുശേഷം ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കൈക്കൂലി വാങ്ങാനും മറ്റ് തിന്മകളിലേക്കും പോകുന്നു. ഇവിടെ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നഷ്ടബോധത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജനമാണ്. എന്നാൽ ദൈവപ്രമാണങ്ങൾ പാലിക്കുന്ന ഭക്തരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ വർഷിക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ, മനുഷ്യരെ മാത്രം പ്രീതിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാവും. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം വളരെ നല്ലൊരു അർത്ഥമുള്ള ഒരു വചനമാണ്. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. അതായത് ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ, ദൈവത്തിന് പ്രീതികരമാണ്. നമ്മൾ ദൈവപ്രമാണങ്ങൾ പാലിക്കുമ്പോൾ
പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വിനിയോഗിക്കുമ്പോൾ, സൃഷ്ടാവിന് പ്രാധാന്യം കൊടുത്ത് സൃഷ്ടവസ്തുക്കളെ ഒന്ന് അകറ്റി നിർത്തി കഴിയുമ്പോൾ, ആദ്യ നാളുകളിൽ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പോലും പിന്നെ ശത്രുക്കളും ഒക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ നാളുകൾ നമ്മൾ ഈ ദൈവപ്രമാണങ്ങൾ പാലിച്ച് നിലനിന്നാൽ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ ശത്രുക്കൾ പോലും നമ്മളോട് ഇണങ്ങിക്കഴിയും. വചനം പറയുന്നതാണ്. നമ്മളിന്ന് ചിന്തിച്ച ഗലാത്യ ലേഖനത്തിലുള്ള വചനമാണ് 1-ാം അധ്യായത്തിൽ. ഇവിടെ കാണുന്നത് അപ്പോസ്തലന്മാർ 12 പേരുണ്ട്. അതിൽ പെടുന്നയാളല്ല പൗലോസ്ലീഹ. പക്ഷെ ഈ പൗലോസ്ലീഹ ഒരിക്കലും ഈ 12 പേരെ പ്രീതിപ്പെടുത്താൻ നോക്കിയില്ല. അവരുടെ കീഴിൽ കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ ഒന്നും പോയില്ല. ദൈവം തന്നെ വിളിച്ചു. ആ വിളിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. അവന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്നു, കേപ്പ അല്ലെന്നുണ്ടെങ്കിൽ പത്രോസ് മോശമായിട്ടുള്ളൊരു കാര്യം കപടനാട്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് വിജാതിരുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന പത്രോസ്ലീഹ യഹൂദര് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് പിന്മാറി. കപടമായി പെരുമാറിയപ്പോൾ, ശിഷ്യപ്രമുഖനാണ്, ഇവനാണ് നിയോഗിക്കുന്നത്, നീ അവിടെ പോ ഇവിടെ പോ എന്ന് പറയുന്നല്ല നിയോഗിക്കുന്നത്. ആ മനുഷ്യന്റെ മുമ്പിൽ നീ ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് പൗലോസ്ലീഹ കാണിച്ചു. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ അവൻ നോക്കിയില്ല, അല്ലെ പത്രോസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ നോക്കിയില്ല. അതുകൊണ്ട് എന്തു പറ്റി? അവൻ വിജാതരുടെ ഇടയിൽ വചനം പ്രസംഗിച്ച ഒരു വലിയ പ്രേക്ഷിതനായിട്ട് മാറുകയാണ് ചെയ്തു. ഇതുപോലെ മനുഷ്യപ്രീതിയേക്കാളേറെ ദൈവപ്രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സന്യസ്തരും വൈദികരും മിഷണറിമാരും വചനപ്രഘോഷകരും അൽമായരും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സഭ വളരെ ശക്തമായിട്ടുള്ളൊരു സഭയായിട്ട് നിലനിൽക്കും. അച്ഛൻ പൗലോസ്ലീഹായെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഈ പഴയ നിയമത്തില് നമ്മൾ തോബിത്തിനെ കുറിച്ച് വായിക്കുന്നതൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഈ തോബിത്ത് ഒരു അത്ഭുത മനുഷ്യനാണ്. കാരണം ദാരിദ്ര്യത്തിൽ വീണ് കിടക്കുന്ന ഒരു കുടുംബം, കൂലിപ്പണിക്കായിട്ട് കടന്നു പോകുന്ന ഭാര്യ, അന്ധനായി വീട്ടിൽ കഴിയുന്ന തോബിത്ത്. ഈ തോബിത്ത് അല്പം പണം മറ്റൊരു ആളുടെ കയ്യിൽ, തിരുവചനത്തിൽ പറയുന്ന ഗബാലിയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മകനെ വിളിച്ച്, ഇനിയും തിരിച്ചു വരുമ്പോൾ അവൻ ജീവനോടെ ഉണ്ടായിരിക്കുമോ, മകൻ തിരിച്ച് യാത്ര ചെയ്ത് തിരിച്ച് പണവുമായിട്ട് വരുമ്പോൾ തോബിത്ത് ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് പോലും തോബിത്തിന് സംശയമുണ്ടാകുമ്പോൾ ഈ മകനെ വിളിച്ചു വരുത്തി ഈ ഗബാലിയേലിന്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഉപദേശമാണ്. സാധിക്കുമെങ്കിൽ വായിക്കാവുന്നതാണ്. 4-ാം അധ്യായം മുഴുവൻ. നമ്മൾ അതിന്റെ ഏറ്റവും അവസാനത്തെ തിരുവചനം ഒന്ന് വായിക്കുക. ഈ മുഴുവൻ ഉപദേശവും സംഗ്രഹിച്ച് ഏറ്റവും അവസാനം തോബിത്ത് പറയുക. ഒരിക്കൽ പോലും തോബിത്ത് മകനോട് പറയുന്നില്ല നീ വലിയ ധനികനായി തീരണം, നീ വലിയ സമ്പത്തുള്ളവനായി തീരണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉടനീളവും തോബിത്ത് മകനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെ ചെയ്താലും ദൈവത്തെ മറക്കാതെ ജീവിക്കുവാൻ സാധിക്കണം, ദൈവത്തിന്റെ പ്രീതി നേടുവാൻ വേണ്ടി സാധിക്കണം. നമുക്ക് ഒരു വചനം മാത്രം ഒന്ന് ധ്യാനിക്കാം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇതാണ് തോബിത്ത് ആകത്തുകയായി മകനോട് പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതത്തിൽ ഉടനീളവും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറാകണം. നമ്മളിന്ന് ചിലപ്പോഴെങ്കിലും മക്കളെ ഉപദേശിക്കുന്നത് നല്ലൊരു ജോലി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളോട് നന്നായി പഠിക്കണം, നല്ലൊരു ഭാവി ജീവിതം വാഗ്ദാനം ചെയ്യുന്ന തലത്തിൽ ലോകം നമുക്ക് ചുറ്റും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ശ്രമിക്കും. നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഉന്നമനത്തിന് വേണ്ടി, അതിൽ കയറിപ്പോകാൻ വേണ്ടി, പടികൾ കയറിപ്പോകാൻ വേണ്ടി മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നു. എന്നാൽ തോബിത്തിന്റെ ഉപദേശത്തിൽ ഇതൊന്നും ഒരു ബാധ്യതയല്ല, ഇതൊന്നും ഒരു ഘടകവുമല്ല. മകനെ ഉപദേശിക്കുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തയ്യാറാകണേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന ഒരപ്പൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനം ഉണ്ടല്ലോ, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു അപ്പനോ അല്ല അമ്മയോ ഒരു കുഞ്ഞിനോട് പറയേണ്ട ഒരു ഉപദേശം പോലെ തോന്നും. നമുക്കതൊന്ന് പാടിക്കേട്ടാലോ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അടഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹ
മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു വചനം ഒന്ന് ധ്യാനിക്കാം. നമ്മൾ അന്വേഷിക്കുന്നത് ദൈവിക പ്രീതിയാണോ അതോ മനുഷ്യരുടെ പ്രീതിയാണോ? പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദേവാലയ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഞായറാഴ്ച ആചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അതോ കൂട്ടുകൂടി തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലെ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരക്കുകളിൽപ്പെട്ട് ദൈവത്തെ മറന്നു കളയാനൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ദാസരായിട്ട് മാറുകയില്ല. മറിച്ച് ദൈവത്തിന് ശത്രുവായി കരുതുന്ന മനുഷ്യരായിട്ട് മാറും. നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ദാസരായിട്ട്, സ്നേഹിതരായിട്ട് മാറാം. നമുക്ക് കൽപ്പനകൾ പാലിക്കാം, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാം. അങ്ങനെ നല്ലൊരു സമൂഹം, നല്ലൊരു കുടുംബം, നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് പരിശ്രമിക്കുക. ദൈവപ്രമാണങ്ങൾ എന്താണ് അതൊന്ന് ധ്യാനിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക, മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയങ്ങൾ പരമാവധി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങൾ അല്പം കൂടെ ശക്തിപ്പെടുത്തുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതരായി കഴിയുന്ന നല്ലൊരു ദൈവജനത്തെ വാർത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ റേമ എപ്പിസോഡിലൂടെ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടുകൂടെ നല്ലൊരാഴ്ചക്കാലം ആശംസിക്കുന്നു. റേമയുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ദൈവാനുഗ്രഹം നിങ്ങളിൽ സമൃദ്ധമായിട്ടുണ്ടായിരിക്കട്ടെ. ആമേൻ.